വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് LGS പരീക്ഷകളിൽ ആവർത്തിച്ച് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലിട്ട് കിടക്കാം. നദികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പോട്ടമോളജി. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു? ആസം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. 2024 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ലോക്സഭ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 20. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? MN റോയ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി. ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉറൂബ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. നവമഞ്ചരി എന്ന കൃതി എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? AK ഗോപാലൻ. ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CV രാമൻ. ഇന്ത്യൻ നോവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളം. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവായി അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? കവച്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മനില. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഏത് രാജ്യത്തെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ്? ജപ്പാൻ. പുന്നപ്പര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? KG ബാലകൃഷ്ണൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. കേരളത്തിലെ ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. 1936 കേരള ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാര്? മഹാത്മാഗാന്ധി. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാര്? ഗവർണർ. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഷെഡ്യൂളുകളുണ്ട്? 12. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നാം ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? അയർലൻഡ്.
മഹാഭാരതത്തിന്റെ മറ്റൊരു പേരെന്താണ്? ജയകാവ്യം. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവ് മന്നത്ത് പത്മനാഭൻ. ഗർഭ ശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. നിങ്ങൾക്ക് ഈ വീഡിയോ